നമസ്കാരം, എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ MEP കൺസൾട്ടൻ്റാണ്, ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. ഇന്ന് ഞാൻ പറയുന്ന വിഷയം എന്താണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് SPD. ഇത് വീടുകളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലും ഇൻഡസ്ട്രീസിലൊക്കെ വെച്ചാൽ മതിയോ? എൻ്റെ അടുത്ത് വരുന്ന പല ക്ലയൻറ്റുകളും ചോദിക്കുന്ന ഒരു സംശയമാണിത്. വീടുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രിക്കൽ സ്കീമാറ്റിക് ഡയഗ്രാം പ്രിപ്പയർ ചെയ്ത് അതിൽ നമ്മൾ SPD മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, SPD നമ്മൾ വീടുകളിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ള SPD-കളാണ് നമ്മൾ വീട്ടിൽ വെക്കേണ്ടത്? ഏതൊക്കെ തരത്തിലുള്ള SPD-കൾ നമ്മളെ മാർക്കറ്റിലുണ്ട്? അതിനെക്കുറിച്ചൊന്ന് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിൽ നമ്മൾ ആദ്യം എന്താണ് ഈ സർജ് എന്നറിയണം. സർജ് എന്ന് പറയുന്നത് നമ്മളൊരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വളരെ ചെറിയൊരു സമയം, അതായത് മൈക്രോ സെക്കൻഡ് ഓർ മില്ലി സെക്കൻഡിൽ വരുന്നൊരു വോൾട്ടേജ് വർധനയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർജ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കേരളത്തിലെ വീടുകളിൽ നോർമലായിട്ടുള്ള സിംഗിൾ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. ഈ സർജ് നടക്കുന്ന സമയത്ത് അത് 1000-ഓ 2000-ഓ ഇനി 10,000 പ്ലസ് വരെ ആകാം. ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു വോൾട്ടേജ് കയറി വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കമ്പ്യൂട്ടറുകൾ എല്ലാം അടിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും ഒരു സാധാരണ മനുഷ്യൻ ഇതിനെ കുറിച്ചിട്ട് അവെയർ ആയിരിക്കില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരൊക്കെ ചിന്തിക്കുന്നുണ്ടാകുന്ന പറഞ്ഞാൽ പഴയ വീടുകളിൽ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒന്നും നമ്മൾ കണക്ട് ചെയ്യുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നത്? ഇതൊക്കെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു എക്സ്പെൻസ് അല്ല എന്നുള്ള ഒരു ചിന്ത വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സർജ് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മെയിനായിട്ടുള്ള കാരണം ഇടിമിന്നൽ തന്നെയാണ്. ലൈറ്റ്നിങ് കൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് സർജ് ഉണ്ടാകുന്നത്. പിന്നെ KSEB ഗ്രിഡ് സ്വിച്ചിങ് ചെയ്യുന്ന സമയത്ത്, അതായത് പവർ കട്ടായി പിന്നെ വീണ്ടും സപ്ലൈ വരുന്ന ഒരു സമയത്ത് എന്താവും, ഈ സർജ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വലിയ ലോഡുകൾ ഓൺ ഓഫ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ലിഫ്റ്റ്, AC, മോട്ടോർ, പമ്പ് പോലെയുള്ള മുതലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകൾ നമ്മൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്നൊരു സമയത്തും നമുക്ക് ഈ ഒരു സർജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾക്ക് എന്താണ് സർജ് എന്നും സർജ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി എന്താണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്നുള്ളത് നമുക്ക് നോക്കാം. പെട്ടെന്ന് വരുന്ന അമിതമായ വോൾട്ടേജ് ഉപകരണങ്ങളിലേക്ക് കടക്കാതെ എർത്തിലേക്ക് വഴിതിരിച്ചു വിടുന്ന ഒരു സുരക്ഷാ ഉപകരണത്തിനെയാണ് നമ്മൾ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് SPD-കളാണ് നമ്മുടെ നിലവിൽ മാർക്കറ്റിലുള്ളത്. ടൈപ്പ് 1 SPD, ടൈപ്പ് 2 SPD, ടൈപ്പ് 3 SPD, കമ്പൈൻഡ് ടൈപ്പ് SPD, ടൈപ്പ് 1+2. ഇത്രയും SPD-കളാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഈ ടൈപ്പ് 1 SPD എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്യാം? ഈ ടൈപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ സർവീസ് എൻട്രൻസ്, അതുപോലെ മെയിൻ ഇൻകമിങ് പോയിന്റിലൊക്കെയാണ് നമ്മൾ ഈ ടൈപ്പ് 1 SPD-കൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബിൽഡിങ്ങിൽ ലൈറ്റ്നിങ് അറസ്റ്റർ സിസ്റ്റം ഉള്ളവരടുത്തൊക്കെ നമ്മൾ ടൈപ്പ് 1 ആണ് നമ്മൾ യൂസ് ചെയ്യാം. ടൈപ്പ് 2 നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ, അതുപോലെ തന്നെ സബ് DBകളിലൊക്കെ നമ്മൾ ടൈപ്പ് 2 SPD-കൾ നമ്മൾ യൂസ് ചെയ്യും. ടൈപ്പ് 3 എന്ന് പറയുന്നത് നമ്മൾ സെൻസിറ്റീവ് എക്യുപ്മെൻറ്റ്സുകളിൽ, സെൻസിറ്റീവായിട്ടുള്ള കണക്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സുകളിലാണ് നമ്മൾ ടൈപ്പ് 3 SPD-കൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ഈ റെസിഡൻഷ്യൽ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ടൈപ്പ് SPD ആണ്, അതായത് ടൈപ്പ് 1+2. അതെന്ന് പറയുന്നത് നമ്മൾ ഈ മെയിൻ മീറ്ററിംഗ് പാനലിൽ കൊടുക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലൊക്കെയാണ് ഈ ടൈപ്പ്, അതായത് ടൈപ്പ് 1 and 2 SPD-കൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോ പുതുതായി വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന ആൾക്കാർക്കും, അതുപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എടുക്കുന്ന ആൾക്കാർക്കും, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീടുകളിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ആൾക്കാർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു.